ഹലോ, നമുക്കെന്നാ ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലോ? ഇപ്പം നെസ്റ്റോയിലേക്ക് പോവാം. ശരിക്കും ഞാൻ ആദ്യം ഗാലയിൽ പോയായിരുന്നു. ഗാല എന്ന് പറയുന്നത് നമ്മൾ ജനൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള വശത്തൂടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അതായത് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടക്കേപ്പുറത്ത് പോലെ അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഫിഷും മീറ്റുമൊക്കെ ഞാൻ നെസ്റ്റോയിൽ നിന്നാണ് വാങ്ങുന്നത്. ബാക്കി അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗാലയിൽ നിന്നാണ് വാങ്ങുന്നത്. ഈ ഗാലയും നെസ്റ്റോയും തമ്മിലൊരു ബന്ധമുണ്ട് കേട്ടോ. നെസ്റ്റോയുടെ ഒരു സബ് ബ്രാഞ്ചാണ് ഗാല. അതായത് നെസ്റ്റോയിലുള്ള സാധനങ്ങൾ കുറച്ചുകൂടെ ചീപ്പായിട്ട് നമുക്ക് ഗാലയിൽ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെയുള്ള നെസ്റ്റോയിൽ പോയി വന്നാലോ? ഈ ഓരോ സമയത്തും ഓരോ കോസ്റ്റ്യൂം ഇടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ക്യാരക്ടറിന് വ്യത്യാസമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില ചുരിദാറൊക്കെ ഇടുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു സിമ്പിളായിട്ട് ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ചില ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഭയങ്കര ബോൾഡായിട്ട് തോന്നും. ചില ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഇശ്യോ ആരെങ്കിലും തല്ലാനുള്ളൊരു മൂഡിലാണെന്ന് തോന്നും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിപ്പം വെറുതെ ഒരു ഹുഡിയൊക്കെ ഇട്ട് സിമ്പിളായിട്ട് നിപ്പിൽ പോവാം കേട്ടോ. അങ്ങനെ ക്യാരി ബോക്സൊക്കെ എടുത്ത് ഇടയ്ക്ക് എൽസിനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഈ മീൻ വാങ്ങാൻ പോവാണ്, അത് വാങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് പോവാണ്. പല മീനിനെയും എനിക്ക് കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ച് ട്യൂണ, അതായത് നമ്മുടെ ചൂര വാങ്ങാനായിട്ടാണ് പോയത്. പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല. ഏതോ മീൻ തുണ്ടൻ കഷ്ണങ്ങളായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ലാസ്റ്റ് എൽസുവിൻ്റെ അഭിപ്രായ പ്രകാരം കിളിമീൻ വാങ്ങിച്ചു. കിളിമീൻ നമ്മുടെ അങ്ങോട്ട് കിളിമീൻ എന്നാണ് പറയുന്നത്. വടക്കോട്ട് എന്താ പറയുക, പുയ്യാപ്പിളക്കോരയെന്നോ അങ്ങനെ എന്തോ അല്ലേ. അതും കുറച്ച് മത്തിയും വാങ്ങി. നമ്മുടെ പുയ്യാപ്പിളക്കോരനെ എടുത്ത് കറി വയ്ക്കാം. ഇത് തന്നെ സംഭവം, മത്തി വറുക്കാം. പിന്നെ വെജിറ്റബിൾ സെക്ഷനിൽ പോയി. അവിടെ ആണെങ്കിൽ കപ്പയും കാച്ചിലും ചേമ്പും ചേനയും എല്ലാം കണ്ടപ്പം നാട്ടിലെ കാര്യമൊക്കെ ഓർമ്മ വന്നു. പിന്നെ കുറച്ച് ചേന വാങ്ങിച്ചു, കുറച്ച് തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങേ നടത്തിയുള്ളൂ. കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഗാലയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ കാശൊക്കെ മുടക്കാൻ മനസ്സനുവദിച്ചില്ല. എത്ര സിമ്പിളായിട്ട് ജീവിച്ചാൽ അത്രയും നല്ലത് എന്നൊക്കെ വിചാരിക്കും തുടക്കത്തിൽ. പക്ഷേ ഒരു മാസാവസാനമാകുമ്പോൾ ആ സിംപ്ലിസിറ്റിയൊക്കെ എവിടെ പോകുമെന്നറിയില്ല കേട്ടോ. നാട്ടിലത്തെ കപ്പയും ഇവിടുത്തെ കപ്പയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത തൈര് മോരുകറിയായിട്ട് 2 ദിവസം, തൈരായിട്ട് 10 ദിവസം, അങ്ങനെയാണല്ലോ. നെസ്റ്റോന്ന് സാധനം വാങ്ങി ഗാലയുടെ കവറും പിടിച്ച് മാസമായിട്ട് പോകുന്നല്ലേ ഞാൻ. ഏതായാലും റൂം എത്താറായി. ഇതായിരുന്നു കേട്ടോ കോലം. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ മതിയെന്നേ, നമ്മളല്ലേ ഉള്ളൂ എന്നുള്ളൊരു ഡയലോഗിൽ ഞാൻ ഫ്ലാറ്റിലേക്ക് കയറി പോവുക. അപ്പോൾ അടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുന്നേ. ആരാ ഇപ്പം അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്?